പലരും സൂയിസൈഡ്സിലൊക്കെ ചെന്നെത്തുന്നതിന്റെ ഒരു മേജർ കാരണം അവർക്ക് ആ ഒരു മൊമെന്റിൽ ലൈഫിൽ ഒന്നുമില്ല എന്നുള്ള തോന്നൽ വരുന്നതുകൊണ്ടാണ്. ഹലോ, വെൽക്കം ടു ബിക്കംലി. അപ്പോൾ കഴിഞ്ഞ പല വീഡിയോസ് ആയിട്ട് നമ്മൾ ജേർണലിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ പല എന്താ പറയുക ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഹാബിറ്റ് ട്രാക്കറിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് വരികയാണ് അല്ലേ. അപ്പം ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഈ കാര്യങ്ങളോട് കൂടെ ക്ലബ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ആക്ടിവിറ്റീനെ പറ്റിയാണ് കേട്ടോ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വട്ടം അതായത് 2025 എനിക്ക് ഒരുപാട് ഗോൾസ് ഒക്കെ എനിക്ക് അക്കംപ്ലിഷ് ചെയ്യാൻ പറ്റി എന്നുള്ളത്. ആ ഒരു നേട്ടം എനിക്ക് നേടാൻ പറ്റി എന്നുള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എക്നോളജ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് എന്നൊരു വാക്കിനെ കുറിച്ച്. നമ്മൾ എത്ര പേർക്ക് അറിയാം ഈ ഗ്രാറ്റിറ്റ്യൂഡ് എന്താണെന്നുള്ളത്? നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ നെഗറ്റീവ് അടിച്ചിരിക്കുകയല്ലേ ചെയ്യുക. അതായത് നമ്മുടെ ലൈഫിലെ പ്രോബ്ലംസും നമ്മുടെ ലൈഫിൽ നമ്മൾ നേരിട്ട നെഗറ്റീവ് കാര്യങ്ങളും വെല്ലുവിളികളും നടക്കാതെ പോയ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിക്കുന്നവരാണ് നമ്മളുടെ ഭൂരിഭാഗം പേരും. പക്ഷേ ഇതിനെപ്പറ്റി നമ്മൾ ആലോചിക്കും, നമ്മൾ വിചാരിക്കും അതൊക്കെ സത്യം തന്നെയല്ലേ, അതിലിപ്പോൾ എന്താ തെറ്റ് എന്ന് തോന്നും. അപ്പം നമുക്ക് എങ്ങനെ ഈ നെഗറ്റിവിറ്റിനെ മറികടക്കാം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഈ ഡിസിപ്ലിൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഒരു പോസിറ്റീവ് മൈൻഡാണ്. ആ പോസിറ്റീവ് മൈൻഡ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദിയോടെ ഇരിക്കുക. നമുക്ക് ഉള്ള എന്ത് കാര്യമാണെങ്കിലും നമ്മൾ നന്ദിയോടെ ഇരിക്കുക. നമ്മൾ ജീവിതത്തിൽ നമ്മുടെ നെഗറ്റിവിറ്റി ഹോണ്ട് ചെയ്ത് നമ്മൾ പല ഫെയില്യൂസും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് നമുക്ക് നമ്മുടെ ലൈഫിനോടൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലാത്തതുകൊണ്ടാണ്. ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് പോസിറ്റിവിറ്റി മാത്രമല്ല അത് ഇല്ലാതാക്കുന്നത്, നമുക്ക് ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം തന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ നമുക്ക് ഇല്ലാണ്ടായി പോകും. പലരും സൂയിസൈഡ്സിലൊക്കെ ചെന്നെത്തുന്നതിന്റെ ഒരു മേജർ കാരണം അവർക്ക് ആ ഒരു മൊമെന്റിൽ ലൈഫിൽ ഒന്നുമില്ല എന്നുള്ള തോന്നൽ വരുന്നതുകൊണ്ടാണ്. ഡിപ്രഷനും ഒക്കെ ഓവർകം ആവാൻ ആദ്യമായിട്ട് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ആ ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഇപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുക? അത് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, എല്ലാ ദിവസവും വെറുതെ എനിക്ക് അതുണ്ട് ഇതുണ്ട് അല്ലെങ്കിൽ ഞാൻ ഹാപ്പിയാണെന്ന് എഴുതി വെച്ചിട്ട് എന്താ കാര്യം എന്ന്. ഞാനൊന്ന് പറയട്ടെ, നമ്മൾ എത്ര മോശം സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ ആ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് തോന്നാനുള്ള ഒരു മേജർ റീസൺ ആണ്. കാരണം ഈ ലോകത്ത് എത്രയോ പേര് മരിച്ചു പോകുന്നു, എത്രയോ പേര് പലതരം രോഗങ്ങളൊക്കെ വന്ന് ഇല്ലാതായി പോകുന്നു. അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഭൂമിയിൽ തന്നെ ജീവനോടെ ഇരിപ്പുണ്ടല്ലോ. അപ്പം അതിന് തന്നെ നമ്മൾ ദൈവത്തോട് നന്ദിയോടെ ഇരിക്കേണ്ടതാണ് കേട്ടോ. അതാണ് ഒരു ആദ്യത്തെ കാര്യം. ഗ്രാറ്റിറ്റ്യൂഡ് ഇനി നമുക്ക് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. എല്ലാ ദിവസവും നമ്മൾ ജേർണലിങ്ങും ഹാബിറ്റ് ട്രാക്കറും ഒക്കെ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജാർ സെറ്റപ്പ് ചെയ്യാം. ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, ഒരു ചെറിയൊരു ടിന്നോ ബോട്ടിലോ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു കാലിക്കുപ്പി, ഫോർ എക്സാമ്പിൾ ഒരു വലിയൊരു ജാമിൻ്റെ കുപ്പിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇപ്പം നെയ് കുപ്പിയോ ഒക്കെ അങ്ങനെ കാലിയായ കുപ്പികൾ ഉണ്ടാവുമല്ലോ. പ്ലാസ്റ്റിക്കിൻ്റെ ആവുന്നതാണെങ്കിൽ ഏറ്റവും നല്ലത്. എന്താണെന്ന് വെച്ചാൽ ചില്ലാണെങ്കിൽ പൊട്ടിപ്പോകുന്ന റിസ്ക് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ക്രാഫ്റ്റിലൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെങ്കിൽ കുപ്പികളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാന്നേ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഓരോ ദിവസവും ഇരുന്നിട്ട് ആ ദിവസം നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡ് തോന്നിയ കാര്യം എന്താണ് എന്നുള്ളത് നമ്മളൊരു പേപ്പറിൽ എഴുതിയിട്ട് പതുക്കെ അതിലോട്ട് ഇട്ട് വെക്കാം. ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നിരാശയിലേക്ക് വഴുതി വീഴില്ല എന്നുള്ളത് ഉറപ്പ് പറയാൻ പറ്റും എനിക്ക്. കാരണം ഞാൻ ഇത് അനുഭവത്തിൽ വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ദിവസവും എന്തെങ്കിലും ഒരു നല്ല കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ടാവും. അത് എത്ര ചെറിയ കാര്യമായിക്കോട്ടെ. ഇപ്പം നമ്മൾ നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റി, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും നമുക്ക് കണ്ടുമുട്ടാൻ പറ്റി എന്ന് പറയുന്നത് ഇതൊക്കെ വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് തോന്നേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഒട്ടും മടിക്കാതെ അതൊക്കെ അവിടെ എഴുതി വെക്കാൻ വേണ്ടി നമ്മൾ നോക്കണം. ഇങ്ങനെ എഴുതി വെച്ച് കഴിയുമ്പം നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ എന്താ പറയുക നിരാശ തോന്നിയാലും അപ്പോൾ തന്നെ നമുക്ക് ഈ ജാറിൽ എഴുതി വെച്ച കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരും. ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മളൊരു പേപ്പറിൽ ഒരു കാര്യം എഴുതുമ്പം അത് ആ പേപ്പറിൽ മാത്രമല്ല നമ്മുടെ മനസ്സിലേക്കും നമ്മുടെ തലച്ചോറിലേക്കും കൂടിയാണ് അത് എഴുതപ്പെടുന്നത്. ഇങ്ങനെ പല ടിപ്സും നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പം നമുക്ക് ഗ്രാജുവലി ജീവിക്കാനുള്ള ആഗ്രഹം കൂടുകയും ചെയ്യും. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പം ഒരു ട്രോമയിലൊക്കെ കൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് അതിൽ നിന്നും പെട്ടെന്ന് പുറത്തേക്ക് വരാനും പറ്റും. അതായത് ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി വെക്കുമ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഹോപ്പാണ്. നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് എങ്ങനെ ഇരിക്കാം, ഇന്ന് എനിക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്, ഇന്ന് ഞാൻ ജീവനോടെ ഉണ്ട്, അപ്പോൾ നാളെ എനിക്ക് ഇതിൽ നിന്നും എന്തെങ്കിലും ബിൽഡ് ചെയ്യാൻ പറ്റും, എനിക്ക് നല്ലൊരു ജോലിയിൽ എത്തിപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു വരുമാനം നേടാൻ പറ്റും, അല്ലെങ്കിൽ നല്ലൊരു കാര്യം പഠിച്ചെടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഈ ഗ്രാറ്റിറ്റ്യൂഡിൽ നിന്നാണ് നമുക്ക് ഹോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. അതുകൊണ്ട് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. പിന്നെ ട്രസ്റ്റ് മീ, ഈ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വേറൊരു ഗുണം കൂടെ ഉണ്ട്. നമ്മൾ നമ്മുടെ ചുറ്റുപാടുള്ളവരോട് ഉള്ള നമ്മുടെ അപ്രോച്ച് മാറും. കാരണം നമ്മുടെ ചുറ്റും ഇത്രയും പേരുണ്ടല്ലോ എന്നുള്ളത് തന്നെ ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പേരൻസിനോടും ഫാമിലി മെമ്പേഴ്സിനോടും നമ്മുടെ ഫ്രണ്ട്സിനോടും ഒക്കെ നമ്മുടെ ബിഹേവിയർ വളരെ അധികം മാറും. കാരണം നമ്മുടെ ജീവിതത്തിൽ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്ദിയുള്ള ആൾക്കാരാകുമ്പം അവരോടുള്ള ബിഹേവിയർ മാറും. ആൾക്കാരോട് മാത്രമല്ല നമ്മുടെ ബിഹേവിയർ മാറുക, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളോടും നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിനോടും ഒക്കെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മൾ അവരെയൊക്കെ കുഞ്ഞു കുട്ടികളെ പോലെ ടേക്ക് കെയർ ചെയ്ത് അവരെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കും. ഇങ്ങനെ പല ഗുണങ്ങളുണ്ട്. അപ്പം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇറ്റ്സ് എ വേ ഓഫ് സെൽഫ് ലവ്.
നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കുകയാണ്, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുകയാണ്, നമ്മൾ ഈ ലോകത്തെ മൊത്തം ഗ്രാറ്റിറ്റ്യൂഡിലൂടെ സ്നേഹിക്കുകയാണ്. അപ്പം ഈ ഒരു ടിപ്പ് നമുക്ക് ജേർണലിങ്ങിന്റെ കൂടെ തന്നെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജാർ എന്നുള്ളത് റെഡിയാക്കി നോക്കാം. നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യൂ. ഇതിപ്പോൾ ജനുവരി തന്നെയാണ്, ഒട്ടും ലേറ്റ് ആയിട്ടില്ല. എന്നിട്ട് ഓരോ ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും എടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ആ ഒരാഴ്ചയിൽ നിങ്ങൾ ഏറ്റവും ഹാപ്പി ആയിട്ട് കണ്ട ഒരു മൊമെന്റിനെ ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ എന്ന് പറഞ്ഞിട്ട് ആ മൊമെന്റോ അല്ലെങ്കിൽ ആ ഇൻസിഡന്റോ ആ കാര്യമോ ഒക്കെ എഴുതിയിട്ട് അത് ഗ്രാറ്റിറ്റ്യൂഡ് ജാറിൽ ഇട്ട് വെക്കുക. ആഴ്ചയിൽ ഇട്ട് വെക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ വർഷത്തിന്റെ അവസാനം നിങ്ങൾക്ക് 52 ഗ്രാറ്റിറ്റ്യൂഡ് സ്ലിപ്സ് കിട്ടും. അതായത് ഇപ്പം നമുക്ക് എത്ര, എനിക്ക് തോന്നുന്നു 2 ആഴ്ച പോയും തോന്നുന്നു അല്ലേ. അപ്പോൾ നമുക്കൊരു 50 സ്ലിപ്സ് കിട്ടും. അത് വർഷാവസാനം എടുത്തിരുന്ന് നോക്കി വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇനിയിപ്പം നിങ്ങൾ ദിവസം ഇടുന്ന ആൾക്കാരാണെങ്കിൽ ഇന്നിപ്പം ഈ ഒരു 22 ദിവസം മാറ്റി വെച്ച് അല്ലെങ്കിൽ 21 ദിവസം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള ദിവസത്തേക്കുള്ള നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വർഷാവസാനം ഇതൊന്നും ഇരുന്ന് ആലോചിച്ച് നോക്കിയാൽ ഇത് നിങ്ങൾക്ക് അടുത്ത വർഷത്തെ കൂടുതൽ മികച്ചതായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇത് വല്ലാതെ ഹെൽപ്പ് ചെയ്യും. ഗോൾ ബുക്കിനെക്കാളും എല്ലാത്തിനേക്കാളും നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പോസിറ്റിവിറ്റിയാണ്. ആ പോസിറ്റിവിറ്റി നമുക്ക് ഈ ഒരു ഹാബിറ്റിലൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം എല്ലാവരും ഇന്ന് തന്നെ എന്തെങ്കിലും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അതിന് വേണ്ടിയുള്ള ഒരു സംഭവം കണ്ടുപിടിച്ചിട്ട് അതിനകത്തേക്ക് പതുക്കെ പതുക്കെ ചെറിയ ചെറിയ പേപ്പറിൽ എഴുതി അതിലോട്ട് ഇട്ട് തുടങ്ങുക. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഹാബിറ്റ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ചാനൽ നമ്മൾ ഹാബിറ്റ്സും അതേപോലെ ഡിസിപ്ലിനും സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമല്ല നമ്മളിത് ട്രാക്ക് ചെയ്യുകയും ചെയ്യും കേട്ടോ. നമുക്കിത് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ടൈംലി പീരിയഡ്സിൽ നമുക്കിത് ട്രാക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഡിസിപ്ലിൻഡായി നമുക്ക് ഗ്രോ ആവാം. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്